ഹായ് എല്ലാവർക്കും നമസ്കാരം. ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ലേസറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പല ടൈപ്പ് ലേസറുകളുണ്ട്. സോളിഡ് സ്റ്റേറ്റ് ലേസർ ഉണ്ട്, പിന്നെ മോളിക്കുലാർ ലെവൽ ടൈപ്പ് ലേസർ ഉണ്ട്, സെമി കണ്ടക്ടർ ടൈപ്പ് ലേസർ ഉണ്ട്, ഡൈ ലേസർ ഉണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ലേസറുകളുണ്ട്. അപ്പോൾ ആ ലേസറുടെ ക്ലാസിഫിക്കേഷനും അവയുടെ പ്രോപ്പർട്ടീസും ആപ്ലിക്കേഷൻസും വർക്കിങ്ങും പ്രിൻസിപ്പിളും എല്ലാം നമുക്ക് നോക്കണം. ഓക്കെ, ശരി. എനിക്ക് തോന്നുന്നു പൊതുവെ ഈസിയാണ്. കുറച്ച് കാര്യങ്ങൾ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു റീജിയൻ ആണിത്. അപ്പോൾ എന്താ ടൈപ്സ് ഓഫ് ലേസർ? അപ്പോൾ ആദ്യത്തെ ഒരു കാറ്റഗറിയാണ് സോളിഡ് സ്റ്റേറ്റ് ലേസർ എന്ന് പറയുന്ന കാറ്റഗറി. എന്താണ് സോളിഡ് സ്റ്റേറ്റ് ലേസർ എന്ന് പറയുന്നത്? സോളിഡ് സ്റ്റേറ്റ് ലേസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സോളിഡ് സ്റ്റേറ്റ് ലേസറിൽ രണ്ട് ലേസറുകളാണ് പ്രധാനമായിട്ടും നമുക്ക് പറയേണ്ടത്. ആദ്യത്തെ ലേസർ എന്താണ്? റുബി ലേസറാണ്. എന്താണ് റുബി ലേസർ? അപ്പോൾ നമുക്ക് നോക്കാം. The Ruby laser and ND-YAG laser are the examples of solid state laser. മനസ്സിലായി? ഇപ്പം MCQ ടൈപ്പ് ചോദ്യങ്ങൾക്കാണെങ്കിൽ നമുക്ക് ചോദിക്കാം ND-YAG ലേസർ ഏത് ടൈപ്പ് ലേസർ ആണ്? ലിക്വിഡ് ടൈപ്പ്, പിന്നെ ഒപ്റ്റിക്കൽ ടൈപ്പ്, ലിക്വിഡ് ടൈപ്പ്, മോളിക്കുലാർ ലെവൽ ടൈപ്പ്, ഡൈ ടൈപ്പ്. മനസ്സിലായോ? അങ്ങനെ ചോദിക്കാം. സോളിഡ് സ്റ്റേറ്റ് ടൈപ്പ് അങ്ങനെ ചോദിക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? റുബി ലേസറും അതുപോലെ ND-YAG ലേസർ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ലേസറാണ്? എക്സാമ്പിൾ ഓഫ് എ സോളിഡ് സ്റ്റേറ്റ് ലേസർ. എന്താണ്? എക്സാമ്പിൾ ഓഫ് എ സോളിഡ് സ്റ്റേറ്റ് ലേസർ. ശരി, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചാലോ? ആദ്യത്തേത് ഇതല്ലാതെ വേറെയും കാറ്റഗറി ഉണ്ട്, നമുക്ക് പുറകെ പഠിക്കാം. അപ്പൊ ആദ്യത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് റുബി ലേസർ ആണ്. അപ്പോൾ ലേസറിന്റെ കണ്ടുപിടുത്തം തന്നെ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? റുബി ലേസറിൽ നിന്നാണ്. അതാണ് എഴുതിയിരിക്കുന്നത്. റുബി ലേസർ ഈസ് എ സോളിഡ് സ്റ്റേറ്റ് ലേസർ. സോളിഡ് സ്റ്റേറ്റ് ലേസേഴ്സ് ആർ ഇലക്ട്രിക്കലി നോൺ കണ്ടക്ടിങ് ആൻഡ് ദേ ആർ ഓൾസോ കോൾഡ് ഡോപ്ഡ് ഇൻസുലേറ്റർ ലേസേഴ്സ്. ഇതെല്ലാം പോയിന്റുകളാണ്, അതുപോലെ പഠിച്ചു വെക്കണം. കാരണം സ്റ്റേറ്റ്മെന്റ് വൈസ് വരാം ചോദ്യങ്ങൾ. അതുകൊണ്ടാണ് പറയുന്നത് റുബി ലേസർ എന്ന് പറയുന്ന സോളിഡ് സ്റ്റേറ്റ് ലെറ്റർ ആണ്. ആൻഡ് സോളിഡ് സ്റ്റേറ്റ് ലേസർ ആർ ഇലക്ട്രിക്കലി നോൺ കണ്ടക്ടിങ് ആണ്. അതുപോലെ ദേ ആർ ഓൾസോ കോൾഡ് ഡോപ്ഡ് ഇൻസുലേറ്റർ ലേസേഴ്സ്. ആൻഡ് ദ ഫസ്റ്റ് സക്സസ്ഫുള്ളി ഓപ്പറേറ്റഡ് ലേസർ വാസ് റുബി ലേസർ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ടൈപ്സ് ഓഫ് ലേസർ അല്ലെങ്കിൽ ലേസറിന്റെ കണ്ടുപിടുത്തത്തിൽ തന്നെ ആദ്യത്തെ സ്റ്റേജ് നടക്കുന്നത് ഈ റുബി ലേസറിന്റെ അകത്താണ്. അതാണ് പറയുന്നത്. സോ ദ ഫസ്റ്റ് സക്സസ്ഫുള്ളി ഓപ്പറേറ്റഡ് ലേസർ വാസ് റുബി ലേസർ ആൻഡ് കൺസ്ട്രക്റ്റഡ് ബൈ മെയ്മാൻ ഇൻ 1960. ഞാൻ പറയട്ടെ, ലേസറിന്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് റുബി ലേസർ. അതുകൊണ്ട് തന്നെ അവ ആര് കണ്ടുപിടിച്ചു എന്നുള്ളതും ഏത് വർഷം കണ്ടുപിടിച്ചു എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ മെയ്മാൻ ആണ് കണ്ടുപിടിച്ചത്. 1960 കണ്ടുപിടിച്ചത്. ഒരു സോളിഡ് സ്റ്റേറ്റ് ലേസർ ആണ് റുബി ലേസർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ റുബി ക്രിസ്റ്റൽ വിച്ച് ഈസ് Al2O3. നോട്ടിൽ തിരുത്താണ് Al2, താഴെ സഫിക്സിൽ 2 ആണ്. Al2O3 അലുമിനിയം ഓക്സൈഡ് എന്നാണ് പറയുന്നത്. ആൻഡ് ഡോപ്ഡ് വിത്ത് ക്രോമിയം. ഓക്കെ, ക്രോമിയം CX അല്ല, അത് നോട്ടിൽ വന്നൊരു കറക്ഷൻ ആണ്. താഴെ നോട്ടിൽ തിരുത്തിയേക്കാം. Cr3+. ഇത് നിങ്ങൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? Cr മുകളിൽ 3+. അയണൈസ്ഡ് ആണ്, അയണൈസ്ഡ് എലമെന്റ് ആണ്. അതുകൊണ്ടാണ് Cr3+ എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ ഡബ്ലി അയോണൈസ്ഡ്, ട്രിപ്പിളി അയോണൈസ്ഡ്, സിംഗിളി അയോണൈസ്ഡ് എന്നൊക്കെ പറയാറില്ലേ? എന്ന് പറയുന്ന പോലെയാണ് ഇത്. 3+ ആണ്, അയോണൈസ്ഡ് എലമെന്റ് ആണ് ക്രോമിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ റുബി ക്രിസ്റ്റൽ. ഒരു റുബി ക്രിസ്റ്റലിന്റെ അകത്തുണ്ട്. ആ റുബി ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Al2O3 ആണ്, അലുമിനിയം ഓക്സൈഡ് വെച്ചിട്ടുള്ളതാണ്. ഡോപ്ഡ് വിത്ത് ക്രോമിയം. അതിൽ എന്ത് ഡോപ്പ് ചെയ്തിട്ടുണ്ട്? ക്രോമിയം ഡോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റുബി ലേസറിന്റെ അകത്ത് Al2O3 ഡോപ്പ് ചെയ്തിരിക്കുന്ന എലമെന്റ് ഏതാണ്? Cr3+ എലമെന്റ് അയോണുകളാണ്. അറ്റ് കോൺസെൻട്രേഷൻ ഓഫ് 0.05%. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും ഒരു എലമെന്റ് ഡോപ്പ് ചെയ്യുമ്പോൾ വളരെ 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 കുറവ് കോൺസെൻട്രേഷനാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായോ? എങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള അതിന്റെ എഫക്റ്റ്, അതായത് മറ്റൊരു മെറ്റീരിയൽ, അന്യഥാ നിൽക്കുന്ന ഒരു മെറ്റീരിയലിലേക്ക് നമ്മൾ ഇമ്പ്യൂരിറ്റി ചേർക്കുമ്പോൾ ആ ഇമ്പ്യൂരിറ്റി ചേർക്കുന്നത് മൂലം ആ ഇരിക്കുന്ന മെറ്റീരിയലിന് ഉണ്ടാകുന്ന വ്യത്യാസമാണ് നമ്മൾ പ്രധാനമായിട്ട് അവിടെ എഫക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഒരു പക്ഷെ നമ്മൾ ഡോപ്പ് ചെയ്യാൻ പോകുന്ന സാധനം കുറച്ച് അധികം കൊണ്ട് ഇടുകയാണെങ്കിൽ എന്ത് പറ്റും? മറ്റേ എലമെന്റിന് എഫക്റ്റ് ആയിരിക്കില്ല. ഈ ഡോപ്പ് ചെയ്യുന്നവൻ ഡോമിനേറ്റ് ചെയ്യുകയും ഡോപ്പ് ചെയ്യുന്ന എലമെന്റ് കംപ്ലീറ്റ് പ്രോപ്പർട്ടീസ് മുന്നോട്ട് വരികയും ചെയ്യും. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് മോസ്റ്റ്ലി ഈ ഡോപ്പന്റുകൾ എന്ന് പറയുമ്പോൾ ആ ഡോപ്പന്റ് വളരെ കുറഞ്ഞ അളവിൽ വേണം എന്ത് മെറ്റീരിയലിൽ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? വളരെ കുറഞ്ഞ കോൺസെൻട്രേഷൻ ആണ്. നിങ്ങളോട് നോക്കിയറിയാം, 0.05% ആണ് ചെയ്യിച്ചിരിക്കുന്നത്. 0.05% വെയിറ്റ് എന്നാണ് കേട്ടോ, വെയിറ്റ്. ആൻഡ് ദിസ് ഗീവ്സ് ക്രിസ്റ്റൽ എ റെഡ് കളർ. ഇത് ആ ക്രിസ്റ്റൽ എന്ത് തരുന്നു? ഒരു റെഡ് കളർ തരുന്നു. ഈ ക്രിസ്റ്റൽ എന്ത് തരുന്നു? ഒരു റെഡ് കളർ. ഓക്കെ, റെഡ് കളർ. ഇവിടെ ആൻഡ് ആട്ടാ, ആൻഡ് ദിസ് ഗീവ്സ് ക്രിസ്റ്റൽ എ റെഡ് കളർ. ആൻഡ് ദ Cr3+ അയോൺ കൺസ്റ്റിറ്റ്യൂട്ട് ദി ആക്റ്റീവ് സെന്റേഴ്സ്. അപ്പോൾ ഇവിടെ ആക്റ്റീവ് സെന്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആരാണ്?
Cr3+ അയോണുകളാണ്. എന്താണ്? ആക്റ്റീവ് സെന്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആരാണ്? Cr3+ അയോണുകളാണ്. നമ്മൾ വർക്കിംഗ് പഠിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ഈ ആക്റ്റീവ് സെന്റർ എന്നുള്ളതും ഈ എലമെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവിടെ നമുക്ക് പറയാം. അപ്പോൾ ഇതെല്ലാം പോയിന്റ് ആണ്, നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ റുബി ലേസറുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ റുബി ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സോളിഡ് സ്റ്റേറ്റ് ലേസർ ആണ്. അതിലൊരു റുബി ക്രിസ്റ്റൽ ഉണ്ടാവും. ആ ക്രിസ്റ്റൽ 0.05% നമ്മൾ Cr3+ അയോണുകൾ ഡോപ്പ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഡോപ്പ് ചെയ്യുമ്പോൾ അത് റെഡ് കളറായിട്ട് മാറുന്നുണ്ട് അല്ലേ? ശരിയല്ലേ? യെസ്. കൺസ്ട്രക്ഷൻ ഇവിടെ നോക്കൂ. കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു റോഡ് കാണുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ റുബി റോഡ് എന്ന് പറയുന്നത്. ഇതാണ് കണ്ടോ? ഏതാ റോഡ്? ഇതാണ് നമ്മുടെ റുബി റോഡ് എന്ന് പറയുന്നത്. ഈ റോഡാണ് കാണുന്നത്. ഓക്കെ. അതിന് ചുറ്റും നമ്മൾ ഒരു ഫ്ലാഷ് ലാമ്പ് വെച്ചിട്ടുണ്ടാവും. ഫ്ലാഷ് ലാമ്പ്, അതിനെ സെനോൺ ഫ്ലാഷ് ലാമ്പ് എന്നാണ് പറയുന്നത്. എന്താണ്? സെനോൺ ഫ്ലാഷ് ലാമ്പ് നമ്മൾ വെച്ചിട്ടുണ്ടാവും. ഓക്കെ. ഇനി എന്താ? ഇവിടെ ഈ രണ്ട് വശങ്ങൾ ഉണ്ടാവും. ഇപ്പുറവും ഉണ്ടാവും, ഇപ്പുറവും ഉണ്ടാവും. ഇത് ഫുള്ളി സിൽവേർഡ് ആയിട്ടുള്ള ഒരു വശമായിരിക്കും. ഇതെങ്ങനെയാ? ഇത് പാർഷ്യലി സിൽവേർഡ് ആയിട്ടുള്ള ഒരു എൻഡാണ്. അപ്പോൾ ഇത് ഫുള്ളി സിൽവേർഡ് ആയിട്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസിംഗ് ആക്ഷൻ നടക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന ലൈറ്റ് ഇതിനുള്ളിൽ കിടന്നൊന്ന് ഓസിലേറ്റ് ചെയ്യണം. അങ്ങനെ ഓസിലേറ്റ് ചെയ്ത ശേഷം മാത്രമേ പുറത്തേക്ക് വരാൻ പാടുള്ളൂ. പിടികിട്ടുക? അപ്പോൾ ഇവിടെ കംപ്ലീറ്റ്ലി ഈ എൻഡ് സിൽവേർഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? ഇതുവഴി ഈ ലൈറ്റ് പുറത്തേക്ക് എസ്കേപ്പ് ആവും. നമുക്കത് വേണ്ട. നമ്മൾ ലേസർ ഓൺ ചെയ്യുമ്പോഴേ ലേസറുടെ രണ്ട് വശത്തും കൂടി ലൈറ്റ് വരുമോ? ഇല്ല. ഒരു എൻഡിൽ നിന്നാണ് ലൈറ്റ് ത്രൂ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നോക്കൂ, ഇവിടെ കൂടിയാണ് ലേസർ ബീം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഇത് പാർഷ്യലി സിൽവേർഡ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടടിക്കും, 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 പിന്നെ അത് പുറത്തേക്കും പോരും. മനസ്സിലായോ? പിന്നെ ഇവിടെ കപ്പാസിറ്റർ ഉണ്ടാവും, കപ്പാസിറ്റൻസ് ഉണ്ടാവും. ഇവിടെ ഒരു പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ടാവും. ഇത് ഈ സെനോൺ ഫ്ലാഷ് ലാമ്പ് നമുക്ക് ഈ ലാമ്പ് ഓൺ ആക്കാനും ഓഫ് ആക്കാനുമാണ് ഈ സപ്ലൈ ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ വർക്കിംഗ് പറയാം ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നോക്കൂ. യെസ്, ദ റുബി ക്രിസ്റ്റൽ is taken in the form of a cylindrical rod about 10 to 15 centimeter long. 10 മുതൽ 15 സെന്റിമീറ്റർ നീളം. നമ്മുടെ സ്കെയില്, വീട്ടിലെ സ്കെയിലില്ലേ, ആ സ്കെയിലിന്റെ നീട്ടം, ചെറിയ സ്കെയില്. ആൻഡ് ലോങ്, അത്രയും നീളം ഉണ്ടാവും. ഡയമീറ്റർ എന്ന് പറയുന്നത് 0.5 സെന്റിമീറ്റർ ഇൻ ഡയമീറ്റർ. ഡയമീറ്റർ 0.5 സെന്റിമീറ്റർ ആണ്. ദെൻ ഇറ്റ്സ് വൺ എൻഡ് one end face. Its one end face is brightly silvered so that it is 100% reflecting, while the other is partially reflecting. So the two ends thus form a resonant cavity. നമ്മൾ ലേസറിന്റെ ബേസിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു റെസൊണൻസ് കാവിറ്റി വേണം. മനസ്സിലായോ? അതിൻ്റെ അകത്ത് കിടന്ന് ഈ എമിറ്റ് ചെയ്യുന്ന HNU ഓഫ് ലൈറ്റ് എനർജി അത് ഓസിലേറ്റ് ചെയ്ത് വേണം പുറത്തേക്ക് വരാൻ. മനസ്സിലായോ? അപ്പോൾ ഒരു എൻഡിൽ കൂടിയേ പുറത്തേക്കും വരാൻ പാടുള്ളൂ. അപ്പോൾ ഒരു എൻഡ് എന്ന് പറയുന്നത് ബ്രൈറ്റ്ലി സിൽവേർഡ്, കംപ്ലീറ്റ്ലി സിൽവേർഡ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ തട്ടി റിഫ്ലക്ട് ചെയ്യണം അവൻ ചെയ്യുന്നത്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? 100% റിഫ്ലക്ഷൻ. നമ്മുടെ ഇടതുവശം ഫുള്ളി സിൽവേർഡ് ആണ്. അതാണ് ഇറ്റ്സ് വൺ എൻഡ് ഫേസ് ഈസ് ബ്രൈറ്റ്ലി സിൽവേർഡ് സോ ദാറ്റ് ഇറ്റ്സ് 100% റിഫ്ലക്ടിങ് വൈൽ the other is partially reflecting. So the two ends thus form a resonant cavity. കേട്ടോ? യെസ്. അപ്പൊ നമുക്ക് അടുത്തത് പോയിന്റ്. The ruby rod is enclosed in a glass tube. ruby rod ഒരു ഗ്ലാസ് ട്യൂബിന്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്തിട്ടുണ്ടാവും. On which is wounded xenon discharge tube for optical pumping. So the glass tube is provided with the external cooling arrangement. See, ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു വലിയ ട്യൂബ് പോലെ ഒരു സാധനം ഉണ്ടാവും അല്ലെ? ഒരു റോഡ് ആദ്യം ഉണ്ടാവും. ആ റോഡിന്റെ ചുറ്റും ഒരു ട്യൂബ് ഇങ്ങനെ ചുറ്റിട്ടുണ്ടാവും. മനസ്സിലായോ? നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ തെങ്ങയിലൊക്കെ ഇങ്ങനെ ഒരു സാധനം ചുറ്റി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്നിട്ട് ലൈറ്റ് രാത്രി ആകുമ്പോൾ ഒരു ലൈറ്റ് ഇങ്ങനെ കറങ്ങി നിൽക്കുന്ന പോലെ തോന്നും നമുക്ക്, ട്യൂബ് പോലെ എന്ന് പറയുന്ന പോലെയാണ്. ഇതൊരു ട്യൂബാണ്. മനസ്സിലായോ? ഈ ട്യൂബ് ഈ റോഡിന്റെ ചുറ്റും ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെ സ്പ്രിംഗ് വള പോലെ ഇങ്ങനെ 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 ഇങ്ങനെ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ എന്തിനാ ഉപയോഗിക്കുന്നത്? നമുക്ക് അറിയാം, ഒരു ലേസിംഗ് ആക്ഷൻ നടക്കണമെങ്കിൽ അവിടെ ഒപ്റ്റിക്കൽ പമ്പിങ് വേണം അല്ലെ? ഒപ്റ്റിക്കൽ പമ്പ് ചെയ്യണം. ഗ്രൗണ്ട് സ്റ്റേറ്റിലെ ആളുകളെ പമ്പ് ചെയ്ത് മുകളിലോട്ട് എത്തിക്കണം. മനസ്സിലായോ? അപ്പൊ പമ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി അതിന് ആവശ്യമുണ്ട്. അപ്പൊ ആ എനർജി നമ്മൾ എവിടെയെങ്കിലും കൊടുക്കണം. ഇത് എവിടെന്നാണ് കൊടുക്കുന്നത്? ഈ സെനോൺ ലാമ്പ് ഒന്ന് ഓൺ ആക്കുന്ന സമയത്ത് ടപ്പ് ചെയ്യുന്നൊന്ന് ഫ്ലാഷ് ചെയ്യും. ഫ്ലാഷ് ചെയ്യുമ്പോൾ ആ എനർജി മുഴുവൻ ഈ പറയുന്ന റുബി റോഡിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് കിട്ടുകയും അവർ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോവുകയും ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ താഴെ ഒരു കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട്, താഴെ ഒരു ബാറ്ററി വെച്ചിട്ടുണ്ട്. ഈ ബാറ്ററിയിൽ നിന്ന് കപ്പാസിറ്ററിലേക്ക് ചാർജുകൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് തുടങ്ങും. എന്നിട്ട് കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആവുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ഒറ്റയടിക്ക് ടപ്പ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യും.
അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വലിയ വിത്തിൻ സെക്കൻഡ്സ് ഒരു വലിയ എമൗണ്ട് ഓഫ് എനർജി ലാമ്പിലേക്ക് ചെല്ലുകയും ആ ലാമ്പ് ഫ്ലാഷ് ചെയ്യുകയും ചെയ്യുന്നു. ആ ഫ്ലാഷ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഇത് ഈ പറയുന്ന എക്സൈറ്റേഷൻ അവിടെ നടക്കുന്നത്. മനസ്സിലായി? അതിനാണ് ഈ കപ്പാസിറ്റർ വെച്ച് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും നടക്കത്തില്ല അവിടെ. മനസ്സിലായി? ഈ കപ്പാസിറ്റർ ബാറ്ററി വെക്കുന്നു, കപ്പാസിറ്ററിലേക്ക് ചാർജ് ചെയ്യുന്നു, കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നു, സെനോൺ ഫ്ലാഷ് ലാമ്പ് തെളിയുന്നു, റുബി റോഡിലുള്ള ഇലക്ട്രോണുകൾ എക്സൈറ്റ് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. അല്ലെ? അത് പുറകെ പറയാം, ഞാൻ ജസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എലമെന്റുകൾ എക്സൈറ്റ് ചെയ്ത് മുകളിലോട്ട് പോകുന്നു, താഴേക്ക് ചാടുന്നു, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്, അതൊക്കെ പരിപാടികൾ അത് പുറകെ പറയാം. ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ഒരു ആവേശത്തിന്. സോ ദ റുബി റോഡ് ഈസ് എൻക്ലോസ്ഡ് ഇൻ എ ഗ്ലാസ് ട്യൂബ് on which wounded xenon tube for optical pumping. അപ്പൊ xenon ട്യൂബ് ഉപയോഗിക്കുന്നത് ഫോർ ഒപ്റ്റിക്കൽ പമ്പിങ്. അപ്പൊ ഇവിടുത്തെ പമ്പിങ് മെക്കാനിസം ചോദിക്കാം. റുബി ലേസറിന്റെ പമ്പിങ് മെക്കാനിസം എന്താണ്? ഒപ്റ്റിക്കൽ പമ്പിങ്. മനസ്സിലായോ? ഒന്നുകൂടെ ഓർത്ത് നോക്കിയേ. Al2O3 എത്ര CR+ അയോൺ ഡോപ്പ് ചെയ്യുന്നുണ്ട്? 0.05% അതിൽ ഡോപ്പ് ചെയ്യുന്നുണ്ട്. ഡോപ്പ് ചെയ്യുമ്പോൾ ക്രിസ്റ്റൽ എന്ത് കളറായിട്ട് മാറും? ഒരു റെഡ് കളറിലേക്ക് പതുക്കെ മാറും. മനസ്സിലായോ? ഓക്കെ, റെഡി അല്ലേ? അതാ വർക്കിങ്ങിലേക്ക് വരുന്നു. വർക്കിങ്ങിലേക്ക് വരുമ്പോൾ ദ റുബി ലേസർ ഈസ് എ 3-level ലേസർ സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ. ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ടേ, കാണിക്കട്ടെ. അപ്പോ അടുത്തൊരു പോയിന്റ് ആണ്. റുബി ലേസർ എന്ന് പറയുന്നത് എത്ര ലെവൽ ലേസറാ? 3-level ലേസർ. 4 3-level ലേസർ ആണ് നമ്മുടെ റുബി ലേസർ എന്ന് പറയുന്നത്. കേട്ടോ? എത്രയാ 3-level ലേസർ? അപ്പൊ ഇനി ബാക്കി വായിക്കാം. അപ്പൊ ഇത് നമുക്ക് പറയാം. നോക്കൂ, റുബി ലേസർ ഈസ് എ 3-level ലേസർ സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ. അത് കണ്ടു. വെൻ ദ റുബി റോഡ്, നിങ്ങൾ പറയുമ്പോൾ ആ പടം താഴെ വരച്ചിട്ടുണ്ടാവണം കേട്ടോ. So the ruby rod is irradiated with intense flashlight from the xenon flash lamp. The ground state Cr3+ absorb the light and make a transition to one of the state in the band E1. Okay. It would also absorb a photon of lambda is equal to 4000 Armstrong and make a transition to one of the state in the band E2. Okay. The energy level in the band have very short lifetime, 10⁻⁻⁻⁷. Hence, the exciter Cr+ ion rapidly lose some of their energy through non-radiative transitions and come to the middle level, indicating the metastable state. The metastable state having a long lifetime of 3 × 10⁻³ and one of the spontaneously emitted photons traveling parallel to the axis of the ruby rod initiate the stimulated emission. So the laser beam emerges through the semi-transparent mirror at one end of the rod. Its wavelength is 694.3 നാനോമീറ്റർ. നോക്കാം, ഞാൻ ജസ്റ്റ് വായിച്ചേ ഉള്ളൂ, പറയാന്നേ, ഇത് വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പരിപാടി പറയാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതൊരു 3-level ലേസർ സിസ്റ്റമാണ്. 3-level എനർജി സിസ്റ്റമാണ്. ഓക്കെ. അപ്പൊ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഈ പടത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇവിടെ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് ഉണ്ട്. E1 E2 എന്ന് പറയുന്നത് എനർജി ബാൻഡാണ്. അതാണ് എനർജി ബാൻഡാണ്. മനസ്സിലായോ? ഇവിടെ നിന്ന് എക്സൈറ്റ് ആയി പോകുന്ന ആള് കൃത്യമായിട്ടൊരു ലെവലിലല്ല ചെന്നിരിക്കുന്ന. കൃത്യമായിട്ടൊരു ലെവലിലാണെങ്കിൽ നമുക്ക് സിംഗിൾ ലെവലുകൾ വരയ്ക്കാൻ പറ്റില്ല. കാരണം E2നും E3ക്കും E1ഉം E2 ഒക്കെ ഒരു ബാൻഡ് ഓഫ് ലെവലാണ്. ആ ബാൻഡിൽ ഏതെങ്കിലും ഒരു ലെവലിലായിരിക്കും ഈ എക്സൈറ്റ് ചെയ്യുന്ന Cr3+ അയോണുകൾ പോയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ ആക്റ്റീവ് സെന്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന Cr3+ അയോണുകളാണ്. അപ്പൊ ഈ അയോണുകളാണ് ഇവിടുന്ന് എക്സൈറ്റ് ചെയ്ത് മുകളിലോട്ട് പോകുന്നത്. നേരത്തെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അയോണുകൾ Cr3+ അയോണുകളാണ് ഇവിടുന്ന് എക്സൈറ്റ് ചെയ്ത് പോകുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ 6600 ആംസ്ട്രം ആണ്. അത്രയും വേവ് ലെങ്ത് വന്ന് വീഴുകയാണെങ്കിൽ ഇത് എക്സൈറ്റ് ചെയ്ത് ഇവിടെ വന്നിരിക്കും. അല്ലേ? എക്സൈറ്റ് ചെയ്ത് ഇവിടെ വന്നിരിക്കും. 6000 ആംസ്ട്രം ആണ് എന്ന് വീഴുന്നതെങ്കിൽ ഇവൻ എക്സൈറ്റ് ചെയ്ത് ഇവിടെ വന്നിരിക്കും. മനസ്സിലായോ? ആ എനർജിക്ക് അനുസരിച്ചിട്ട്. അപ്പോ ഈ ബാൻഡ് ഓഫ് എനർജിയിൽ ഇപ്പൊ E1 എന്ന് പറയുന്ന ബാൻഡിൽ എവിടെയെങ്കിലും പോയിരിക്കാം, അവൻ E2 എന്ന് പറയുന്ന അവിടെ എവിടെയെങ്കിലും പോയിരിക്കാം. അപ്പൊ ഇവിടെ എന്താ ഒരുപാട് ലെവലുകൾ ഇങ്ങനെ ഉള്ളിലുണ്ട്. മനസ്സിലായോ? നമ്മളതിന് സിംഗിൾ ബാൻഡായിട്ട് നമ്മൾ ചൂസ് ചെയ്യാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് എക്സൈറ്റ് ചെയ്ത് മുകളിലോട്ട് പോയിരിക്കും. എപ്പോഴും എക്സൈറ്റ് ചെയ്യുന്നത്? നമ്മൾ ബാറ്ററി കൊടുക്കുന്നു, സ്വിച്ച് ഇടുന്നു, കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു, കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നു, വളരെ വലിയ എമൗണ്ട് ഓഫ് എനർജി സെനോൺ ട്യൂബിന്റെ അകത്തേക്ക് വരുന്നു, സെനോൺ ഫ്ലാഷ് ആകുമ്പോൾ ഫ്ലാഷ് ചെയ്യുന്നു, ഫ്ലാഷ് ചെയ്യുന്ന എനർജി കൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന Cr3+ അയോൺ എക്സൈറ്റ് ചെയ്ത ഹയർ സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പോ ഈ ബാൻഡ് ലെവലുകളുടെ പ്രത്യേകത എന്താ? 10⁻⁹ സെക്കൻഡ്.
അത്രയും സമയം മാത്രമേ അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അത്ര സമയം മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് പറ്റും? ഇവനവിടെ നിന്ന് ചാടും. എല്ലാവർക്കും സ്റ്റേബിൾ ആവാനല്ലേ ഇഷ്ടം. ഒരുപാട് സമയം അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അവൻ എന്ത് ചെയ്യും? അവിടെ നിന്ന് ചാടും. എങ്ങോട്ട് ചാടും? ഇങ്ങോട്ട് ചാടും. പക്ഷെ ഈ ലെവലിന് ഒരു പ്രത്യേകത എന്ത്? 10⁻³ സെക്കൻഡ്, അതായത് കുറച്ചുകൂടെ കൂടുതൽ സമയം ഇവിടെ അങ്ങ് ഇരിക്കാൻ പറ്റും അവന്. മനസ്സിലായോ? ഓക്കെ, കുറച്ചുകൂടെ കൂടുതൽ സമയം എന്ത് പറ്റും? അവന് ആ സ്ഥലത്ത് ഇരിക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഇവിടെയുള്ള ആളുകളെല്ലാം ചാടി ഇങ്ങോട്ട് വന്നിരിക്കും. പക്ഷെ ഈ ലെവൽ ഇവനോട് കുറച്ചുകൂടെ അടുത്തായിരിക്കും. അതുപോലെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ട്രാൻസിഷനാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ എനർജി എന്ന് പറഞ്ഞാൽ എമിറ്റ് ചെയ്യുന്ന എനർജി വളരെ കുറവായിരിക്കും. അതാണ് ഇവിടെ ഇരിക്കുന്നത് വെരി ഫാസ്റ്റ് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ. ഓക്കെ, എന്ന് വിചാരിച്ച് കംപ്ലീറ്റ് നോൺ റേഡിയേറ്റീവ് എന്നല്ല, ചെറിയ എമൗണ്ട് ഓഫ് എനർജി പുറത്തേക്ക് വരും. കാരണം എനർജി ട്രാൻസിഷൻ നടക്കുമ്പോൾ എന്തായാലും എനർജി പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ട്രാൻസിഷൻ കമ്പയർ ടു ദിസ് ട്രാൻസിഷൻ അത് വളരെ നെഗ്ലിജിബിൾ എമൗണ്ട് ആണ്. സോ അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ അതിന് യൂസും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഇവൻ ഇവിടെ നിന്ന് ചാടി ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഓക്കെ, അതെന്ത് സ്റ്റേറ്റാ? കൂടുതൽ സമയം ഇരിക്കാൻ പറ്റണം. അത് നമ്മൾ പേര് വിളിക്കും. എന്താ പേര്? നമ്മൾ പറഞ്ഞിരുന്നു, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. എന്താണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് നമ്മൾ ഇതിന് പറയുന്നത്? എന്താണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്? ഓക്കെ, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. അപ്പോൾ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ ഇരിക്കുന്നു. ദെൻ എന്ത് പറ്റുന്നു? ടപ്പ് ചെയ്യുന്ന ഒരൊറ്റ ട്രാൻസിഷൻ അവൻ താഴത്തേക്ക് നടത്തും. എല്ലാവരും കൂടി ഒരുമിച്ച് ബണ്ടിൽ ഓഫ് അയോണുകൾ ഒറ്റ ട്രാൻസിഷൻ നടത്തുകയും ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി പുറത്തേക്ക് എമിറ്റ് ചെയ്യുകയും ചെയ്യും. അതിന്റെ വേവ് ലെങ്ത് 694.3 നാനോമീറ്റർ അല്ലെങ്കിൽ 6943 ആംസ്ട്രം ആണ് നടക്കുന്നത്. അപ്പൊ ഇവിടെയാണ് എന്ത് നടക്കുന്നത്? ലേസിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഈ ഒരു ഗ്യാപ്പിലാണ് ഈ ലേസിംഗ് പ്രോസസ്സ് ഇവിടെ നടക്കുന്നത്. ഇതാണ് ഈ പറയുന്ന റുബി ലേസറിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ എല്ലാവരും കൂടി അടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴിയും ഇവിടെ ഫോട്ടോണുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴി പുറത്തേക്ക് വരുന്ന അയോണുകൾ ഇവനെ വന്ന് ഇടിക്കും. ആ എനർജി ഇവിടെ വന്ന് വീഴും. അപ്പോൾ അടങ്ങിയിരിക്കുന്ന ആൾക്ക് സ്വസ്ഥത കുറവുണ്ടാവുകയും അവരൊരുമിച്ച് താഴത്തേക്ക് ചാടുകയും ചെയ്യും. മനസ്സിലായി? ഇപ്പൊ ഈ പറയുന്ന ഒരു മരക്കൊമ്പില് ഒരു നല്ലൊരു മരക്കൊമ്പില് കുറെ കുരങ്ങന്മാരിങ്ങനെ ഇരിക്കുക അല്ലെ? കുറെ കുരങ്ങന്മാരിരിക്കുക. അപ്പൊ അതേ മേളിൽ നിന്ന് ഒരുത്തൻ അവിടെ നിന്ന് ചാടി ഈ മരക്കൊമ്പേ വന്ന് വീഴും. അല്ല, നല്ല ഹൈറ്റിൽ നിന്ന് വീണ അവന് കുറച്ച് വണ്ണമൊക്കെ ഉണ്ട്. മേളിൽ നിന്ന് താഴത്ത് വന്ന് വീഴുകയാണ്. ഈ ഇരിക്കുന്നത് വന്ന് വീഴുകയാണ്. എന്ത് പറ്റും? മറ്റുള്ളവർ ഡിസ്റ്റർബ്ഡ് ആവും. അവരെല്ലാവരും കൂടി പടയെന്ന് പറഞ്ഞാൽ താഴത്തേക്ക് വീഴും. ഒന്നെങ്കിൽ മരം ഒടിഞ്ഞ് താഴത്തേക്ക് വീഴും, അല്ലെങ്കിൽ എല്ലാവരും കൂടി കമന്ന് താഴത്തേക്ക് പോകും. മനസ്സിലായി? അതുപോലെ ഇവിടെ നടക്കണേ. ഈ ഒരു ലേസിംഗ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം സ്പോണ്ടേനിയസ് എമിഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ, അങ്ങനെ പലതുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ പറയുന്ന പോലെ ഇതെല്ലാം നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലേസിംഗ് ആക്ഷൻ നടക്കാണ്ടല്ലാതെ വരുന്ന ഫോട്ടോണിന്റെ എനർജികൾ ഇതിൽ വന്ന് വീഴുകയും ആ എനർജി കിട്ടുന്ന വെച്ച് ഡിസ്റ്റർബ്ഡ് ആവുകയും അവൻ താഴത്തേക്ക് ചാടുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ പോസിബിലിറ്റിയാണ്, പല പോസിബിലിറ്റി. അല്ലാതെ എപ്പോഴും ഈ പറയുന്ന സ്റ്റിമുലേറ്റഡ് എമിഷൻ മാത്രമല്ല, മറ്റു പ്രോസസ്സുകളും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അബ്സോർപ്ഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ എല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഒന്ന് മറ്റൊന്നിന് കാരണമാകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന്റെ ബേസിക് അടിസ്ഥാനപരമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് പിന്നെ ഇങ്ങനെ പറയാത്തത് കേട്ടോ. ഒന്നുകൂടെ വായിച്ചു നോക്കിയാൽ കുറച്ചുകൂടെ വ്യക്തമാവും. ദ എനർജി ലെവൽ ഇൻ ദ ബാൻഡ് ആർ വെരി ഷോർട്ട് ലൈഫ് ടൈം, 10⁻⁻⁹ സെക്കൻഡ്. ഹെൻസ് എക്സൈറ്റഡ് Cr3+ ion rapidly lost some of their energy through non-radiative transitions. ആദ്യത്തേത്. And come to the middle level indicating metastable state. So the metastable state having a long lifetime of 3 × 10⁻³ second. One of the spontaneously emitted photon traveling parallel to the axis of the ruby rod initiate stimulated emission. നമുക്കറിയാം ലേസിംഗ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ്. പക്ഷെ അവിടെ സ്പോണ്ടേനിയസ് എമിഷനും ഉണ്ടാവാം. ആ സ്പോണ്ടേനിയസ് എമിഷൻ ഒരുപക്ഷെ സ്റ്റിമുലേറ്റഡ് എമിഷന് കാരണമാവാം. സോ the laser beam emerges through the semi-transparent mirror at one end of the rod and its wavelength is എത്രയാണ്? 6943 ആംസ്ട്രം അല്ലെങ്കിൽ 694.3 നാനോമീറ്റർ. MCQ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ആംസ്ട്രം ആണോ നാനോമീറ്റർ ആണോ ഓപ്ഷൻ നോക്കണം. അല്ലാതെ കാണുമ്പോഴേ 6900 കാണുമ്പോഴേ ചിലർ ചാടിക്കറി അങ്ങ് മാർക്ക് ചെയ്യുന്നവരുണ്ട് പരീക്ഷയ്ക്ക്. മനസ്സിലായോ? അത് മാർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവത്തില്ല മാർക്ക് ചെയ്യുന്നത് തെറ്റാണെന്ന്. മനസ്സിലായോ? ഇതെല്ലാം കഴിഞ്ഞ് ആൻസർക്ക് വന്നിങ്ങനെ തപ്പുമ്പോഴായിരിക്കും അയ്യോ ഇത് ശരിയാണെന്ന് വിചാരിച്ചിരുന്ന പലതും തരും. അതാണ് പിള്ളേർ പറയുന്നത്, സാറേ ഞാൻ 5 എണ്ണം ശരിയാണെന്ന് വിചാരിച്ച് എനിക്ക് അറിയാവുന്നത് ഞാൻ കറപ്പിച്ചതാണ് കറക്റ്റായിട്ട്, പക്ഷെ തെറ്റിപ്പോയി. ഈ കറപ്പിച്ചത് ഒരു ആവേശത്തിൽ കറപ്പിക്കുന്നതാണ്. നമുക്ക് അയ്യോ എനിക്കെല്ലാം അറിയാം എന്ന് കറപ്പിക്കും. അങ്ങനെയല്ല, സമാധാനം. മനസ്സിലായോ? അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായ സങ്കടം ഉണ്ടായാലും നമ്മൾ എന്ത് ചെയ്യണം? ഒരു കൺസിസ്റ്റൻസി നിലനിർത്തണം. ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടായാലും നമ്മൾ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തണം.
കൺസിസ്റ്റൻസി അതായത് എപ്പോഴും ഒരേപോലെയുള്ളൊരു സ്റ്റേറ്റ് നമ്മൾ എപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ആ സമയത്തുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും വൃത്തിയും ഭംഗിയുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചില ഭയങ്കര ഹാപ്പി ആണെന്ന് പറഞ്ഞാൽ കുറേ പ്രാന്ത് കാണിക്കും, കുറേ ഭക്ഷണം വാരിക്കയറ്റും, കുറേ അവിടെ പോയിടും, എങ്ങനെ കാണിക്കും. സങ്കടമാണെന്ന് പറഞ്ഞാൽ എങ്ങും പോകാതെ കുത്തിപ്പിടിച്ചിരിക്കും. അങ്ങനെയും കുറേ ആളുകളുണ്ട്. പക്ഷെ അങ്ങനെയല്ല, എന്തൊക്കെ വന്നാലും നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലായിരിക്കണം. അതായത് എപ്പോഴും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണം. അപ്പം നമുക്ക് ഇപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു വരികയാണ്, അയാൾ പക്ഷേ അയാൾക്ക് അറിയില്ലല്ലോ ഇയാൾ സങ്കടപ്പെട്ടായിരിക്കുന്നത്. അയാളുടെ എന്തെങ്കിലും ആവശ്യം ചോദിക്കാം, നമ്മൾ വെറുതെ റേസ് ചെയ്യും, ഇതോ എന്നൊക്കെ പറയും. മറ്റാൾക്ക് ഇൻസൾട്ട് ആവും. നമ്മുടെ സ്റ്റേറ്റ് അയാൾക്ക് അറിയില്ല, പക്ഷെ അയാൾ സാധാരണ പോലെ വരുന്നതാണ്. അപ്പം നമ്മളൊരു നോർമൽ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ആ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്ന് പറയുന്ന പോലെയാണ് ഇവിടുത്തെയും പരിപാടികൾ. പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ദെൻ നമുക്ക് എന്തൊക്കെയാണ് ഇനി അതിനകത്ത് നോക്കാനുള്ളത്? കുറച്ചുകൂടെ പറഞ്ഞാൽ ഇതങ്ങ് തീരും. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇത് തീർത്ത് അവസാനിപ്പിക്കാം. യെസ്, സ്പൈക്കിംഗ് ഓഫ് റുബി ലേസർ. റുബി ലേസറിന്റെ സ്പൈക്കിംഗ് ആണ്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പൾസ് ഒരിക്കലും നമുക്ക് റുബി ലേസറിൽ കിട്ടില്ല. കണ്ടിന്യൂസ് കിട്ടില്ല. ഡിസ്ക്, അതായത് കട്ട് ആയിട്ട് വരുന്നതാണ് നമുക്ക് കിട്ടുന്നത്. കാരണം എന്താ, നമ്മൾ ഈ പറയും താഴെയുള്ള ഫ്ലാഷ് ലാമ്പ് ഒരു ഫ്ലാഷ് ചെയ്യും, എക്സൈറ്റ്, എമിറ്റ്, റേഡിയേഷൻ പുറത്തേക്ക് വരും, ലേസർ പുറത്തേക്ക് വരും. പിന്നെ കുറേ കഴിയുമ്പോൾ ഫ്ലാഷ് ലാമ്പ് മൂന്ന് ഫ്ലാഷ് ചെയ്യും, പുറത്തേക്ക് വരും. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഇവിടെ ഉണ്ടാവില്ല. മനസ്സിലായോ? അതായത് ഔട്ട്പുട്ട് ഇങ്ങനെ സ്പൈക്സ് ആയിട്ട് ഇവിടെ വരുമെന്നാണ് പറയുന്നത്. അതായിരിക്കും ദി എമിഷൻ ഓഫ് ദ ലേസർ ബീം ത്രൂ ദി സെമി ട്രാൻസ്പെറന്റ് എൻഡ് ഫേസ് ആക്ച്വലി കൺസിസ്റ്റിംഗ് ഓഫ് സ്പൈക്സ് ഓഫ് ഹൈ ഇന്റൻസിറ്റി എമിഷൻസ് ആൻഡ് ലീഡ്സ് ടു പൾസ്ഡ് ഔട്ട്പുട്ട് ഓഫ് ദ ലേസർ. പോയിന്റ് ആണ്. റുബി ലേസറിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ്? പൾസ്ഡ് ഔട്ട്പുട്ട് ആണ്, കണ്ടിന്യൂസ് വേവ് അല്ല. ഓക്കെ, ആൻഡ് ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് സ്പൈക്കിംഗ് ഓഫ് ദ ലേസർ. and നമ്മൾ സ്പൈക്കിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഒരു ലേസർ നമ്മൾ പഠിച്ചു. ഇതൊരു ലേസർ, വളരെ ഇമ്പോർട്ടൻറ്റ് ലേസർ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം സമ്മറി എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് വരച്ചിട്ട് എന്താണ് റുബി ലേസർ വേവ് ലെങ്ത്, എമിറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത് 943 അത് നാനോമീറ്റർ എന്ന് എഴുതുക. സോളിഡ് സ്റ്റേറ്റ് ലേസറാണ്, 3 ലെവൽ ലേസറാണ്. ആക്റ്റീവ് സെൻറ്റേഴ്സ് Cr3+ അയോണുകളാണ്. മനസ്സിലായോ? അതുപോലെ ഇത് പൾസ്ഡ് ടൈപ്പ് ലേസർ, പൾസ്ഡ് ടൈപ്പാണ് ലേസർ എന്നത്. ഒപ്റ്റിക്കൽ പമ്പാണ് ഉപയോഗിക്കുന്ന സാധനം സെനോൺ ഫ്ലാഷ് ലാമ്പാണ്. ഡോപ്പ് ചെയ്യുന്ന Cr3+ അയോണുകളാണ്. അത് ആക്റ്റീവ് സെൻറ്റേഴ്സ് ആണ്. Al2O3 ആണ് റുബി റോഡ്. അപ്പോൾ ആ വേവ് ലെങ്തിന്റെ കറസ്പോണ്ടിങ്ങുള്ള കളർ എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഈ 600 സംതിങ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ്. എല്ലാ ലേസറും പഠിക്കുമ്പോഴും അങ്ങനെ പറ്റുന്നതൊക്കെ, എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും കിട്ടില്ല, പക്ഷെ പറ്റുന്നതൊക്കെ നന്നായിട്ട് നോക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ലേസറുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ.